ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 6 കിഡിലൻ ഫോർച്യൂണറുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ ഓടുന്നുള്ളത് കേട്ടോ. ഈ 6 വാഹനങ്ങളും മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ്. ഇതിൽ 4x4 മാനുവൽ ഉണ്ട്, 4x2 മാനുവൽ ഉണ്ട്, 4x2 ഓട്ടോമാറ്റിക് വരുന്നുണ്ട് കേട്ടോ. ഇത് 2012 മോഡൽ 4x4 ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് നമ്പറായിട്ട് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിലെ കളറിന് കേട്ടത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ ഡുവൽ എയർ ബാഗാണ് വരുന്നത്. കമ്പനി സെറ്റ് കൊടുക്കുന്നുണ്ട്. 4 വീല് മാനുവലാണ് വരുന്നത് കേട്ടോ. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ബാക്കത്തെ സീറ്റ് കവർ നോക്കുകയാണെങ്കിലും നല്ല വൃത്തി തന്നെ ഉള്ളത്. ബാക്ക് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 50% ബാക്ക് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കുകയാണെങ്കിലേ ബാക്ക് LED ടൈലാമ്പാണ് വരുന്നത്. KL71L നമ്പറായ വാഹനമാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും മേജറായിട്ടില്ല. 2,75,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. എൻജിൻ പരമായിട്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. മേജർ ആക്സിഡൻറ്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഈ വാഹനത്തിന് നമ്മൾ ലാസ്റ്റ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 11,60,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. അവിടുന്ന് റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. അതിൽ പെട്ടൊരു വാഹനമാണ്. വണ്ടി എങ്ങനെ വന്നത് അതേ കണ്ടീഷനിലാണ് വീഡിയോ ചെയ്യുന്നുണ്ടോ. പോളിഷ് ചെയ്തില്ല, ടച്ചപ്പ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വണ്ടി വന്ന അതേ കണ്ടീഷനിലാണ്. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു 90% കമ്പനി പെയിൻറ്റിലൊരു വാഹനം തന്നെ കേട്ടത്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് 3ൻ്റെ അലോയ്സാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫുൾ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങിയ അതേ കണ്ടീഷൻ തന്നെയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും മാറിയില്ല കേട്ടോ. അത്രയും കണ്ടീഷൻ തന്നെ ഉള്ളത്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങൾ നിലവിലുണ്ടെങ്കിലും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കാം. ഡോർ പാഡ് കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ആ ഒരു കാലപ്പഴക്കത്തിൻ്റെ സ്ക്രാച്ച് എന്നല്ലാതെ മേജറായിട്ടൊന്നും ഈ വാഹനത്തുമല്ല. അതേ ബാക്കിൽ നോക്കുകയാണെങ്കിൽ LED ടൈലാമ്പാണ് വരുന്നത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ DL രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്. നമുക്ക് നമ്പറാക്കി കൊടുക്കാൻ കഴിയും. ഇത് 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 14,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 80-85% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാഹനം കേട്ടോ. അത് വന്ന അതേ കണ്ടീഷനിലാണ്. ചെറിയ ടച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത പക്ക കണ്ടീഷനിൽ വരുന്ന വാഹനം തന്നെയാണ്. അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ LED ടൈലാമ്പാണ് വരുന്നത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. ബാക്ക് ഭാഗത്ത് തട്ടുമുട്ടോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞ ഒരു 90-85% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇതിന് അവൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഡോർ പാഡ് കാര്യങ്ങൾ, സ്റ്റാറിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സെറ്റാണ് വരുന്നത്. 2014 മോഡൽ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വരിക. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവറാണ്. ബാക്ക് സീറ്റ് കവർ നോക്കുകയാണെങ്കിലും നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഈ 2014 നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 14,70,000 രൂപയാണ്. അതേപോലെ ഇത് 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 2 വീൽ മാനുവലാണ് വരുന്നത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിലവിലില്ല. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബോണറ്റോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാത്ത
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,70,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബോഡിയും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, കമ്പനി സെറ്റ് വരുന്നുണ്ട്, 2 വീൽ മാനുവലാണ് വരുന്നത് കേട്ടോ. സീറ്റ് വൈസൊക്കെ അടിപൊളിയാണ്. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനി ടൈലാമ്പാണ് വരുന്നത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബോഡി കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 2013 2 വീൽ മാനുവലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ലാസ്റ്റ് ഫൈനലായിട്ട് 12,50,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഇത് 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആയിട്ടില്ല. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ടേജ് ഭാഗങ്ങളിലൊന്നും എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഈ 2014 മോഡൽ 1,90,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് 14,30,000 റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. മേജർ ആക്സിഡൻറ്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. അതേപോലെ മേജർ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ഇതിനും ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണ്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ അത്യാവശ്യം ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇല്ല വൃത്തി ചെയ്തൊരു വാഹനം തന്നെ ഉണ്ടത്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ബാക്ക് ഭാഗത്തൊന്നും എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെ ഈ വാഹനത്തിന് നമുക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങൾ തന്നെയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. 2012 മോഡൽ 4 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനത്ത് കിലോമീറ്റർ ഓടിയിൽ 2,10,000 കിലോമീറ്ററാണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 11,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഒരു 9.5 ലക്ഷം റുപ്യ ലോൺ ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള വാഹനത്തിനൊന്നും നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ ഒരു വാഹനത്തിന് മാത്രമേ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് RC കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ഫുൾ എമൗണ്ട് ഏകദേശം തരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 40% പൈസയെങ്കിലും ഫസ്റ്റ് നിങ്ങൾ തരേണ്ടി വരും. ഈ 6 വാഹനങ്ങളും നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് ചെക്കിംഗ് വാറണ്ടി തരാൻ കഴിയും. ഈ 6 വാഹനങ്ങളും മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ. ഒരാഴ്ച നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ ചെക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്ത് മേജർ ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും. ചെറിയ കംപ്ലയിൻറ്റുകൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ഷോറൂമിൽ നടക്കുന്ന വാഹനങ്ങളല്ലല്ലോ, ചെറിയ മൈന്യൂട്ട് കേസുകളൊക്കെ എന്തായാലും ഉണ്ടാവും. ഈ വാഹനങ്ങളൊക്കെ വരുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. Another one bites that dust, got left in the smoke, can't touch us. Put them on watch, no, let them all rest in the ashes. Yeah. Another one lost in the fight, couldn't keep up. Lights too bright for the meat, should have tapped out to the pump race when he had it. Now we go 1901, one ways, handing out one way tickets, take a white light flashes.